ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസിനെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും നോറ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ജിൻഡോ കപ്പടിച്ചതിനെ കുറിച്ചും ജിൻഡോ കപ്പടിക്കാനുള്ള കാരണത്തെക്കുറിച്ചും എല്ലാം നോറ പറയുന്നത് എന്താണെന്നല്ലേ. നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. ജിൻഡോ കപ്പടിച്ചത് PR വർക്കാണ്, അതുകൊണ്ടാണ് മാത്രമാണ് ജിൻഡോ കപ്പടിച്ചതെന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ PR വർക്കാണേലും അവർ 100 ദിവസം അവരെല്ലാം നിന്നല്ലോ. അപ്പം എനിക്ക് ആഗ്രഹം അർജുൻ കപ്പടിക്കാൻ ആണ്. പിന്നെ എല്ലാവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇമോഷണലി വീക്കായതുകൊണ്ട് കുറേ ഇത് വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയത് അവിടെ ഇതുകൊണ്ട് അത് ഗെയിമിൻ്റെ ഭാഗം. അത് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ ആരോടും എനിക്ക് പെട്ടെന്നൊരു അടുപ്പോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ക്യാരക്ടർ കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ആരുമായിട്ടും ഇത് ചെയ്തില്ലെന്ന് നോറ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ മിസ്സാകുന്നത് ലാലേട്ടനാണ് എന്ന് പറയുന്നുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ നോറ എന്ന് പറഞ്ഞ് വിളി അത് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വേറെ ആരോടും പേഴ്സണലായിട്ട് അടുപ്പോ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ജിൻഡോ PR വർക്കിന് ഇതുകൊണ്ടാണ് ജയിച്ചത് എന്ന് നോറ പറയുന്നുണ്ട്. അത് നോറയുടെ അഭിപ്രായമാണ്. പ്രേക്ഷകരാണ് നോറയെ ജിൻഡോ നോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ചത്, അല്ലാതെ PR വർക്കല്ല. അത് നോറ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ നോറ പറയുന്നുണ്ടായിരുന്നു ജാസ്മിനുമായിട്ട് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ലാസ്റ്റത്തെ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് സങ്കടം വന്നായിരുന്നു. അവർ ടോപ്പ് 2-ലെങ്കിലും വരേണ്ടതായിരുന്നു എന്നും നോറ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നോറ പറയുന്നുണ്ട് എനിക്കങ്ങനെ ഇമോഷൻസ് ഒന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഇത് ചെയ്യും. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇതായിട്ടാണ് അവിടെ നടന്നത്. പിന്നെ എല്ലാം ഗെയിമല്ലേ, ഓരോരുത്തർക്കും ഓരോ ഗെയിമല്ലേ അത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.